ചേട്ടാ ഏത് മീനാണുള്ള? മീൻ ഇപ്പം അയിലേ ഉള്ളൂ, ബാക്കി മത്തിയും ഇതെല്ലാം കഴിഞ്ഞു. ഒരു കലാപമണി ചേട്ടന്റെ പാട്ടല്ലേ കേൾക്കുന്നത്? ഡ്രൈവറാണ്, നല്ല പാട്ടെല്ലാം പാടും. നമ്മുടെ എന്റെ സുഹൃത്ത് വന്ന് ഡ്രൈവർ വന്ന് നമ്മൾ കുറെ കൊല്ലം ഒന്നിച്ച് ഇങ്ങനെ ഒന്ന് പരിചയപ്പെടാൻ പറ്റും? പരിചയപ്പെടാൻ പറ്റും. ഒന്നും കൂടെ പാടോ ഞങ്ങൾക്ക് വേണ്ടി ആ പാട്ട്? ഓടപ്പഴം പോലൊരു പെണ്ണിനീ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി, ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഇന്നു നിന്റെ വീട്ടിലീ കല്യാണാലങ്കാരം, ഇന്നെന്റെ വീട്ടിലി കണ്ണീരാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി. കുതിരക്കോ കൊമ്പില്ല, മുതിരക്കോ മധുരില്ല, പച്ചില പാമ്പിനു പത്തിയില്ല. എന്റെ മോനാണ്ട് പറഞ്ഞല്ലോ കേട്ടോ, മനുഷ്യത്വം വിചാരിച്ച് എന്താ ചെയ്യാ. ചേട്ടാ ഒരു രക്ഷയില്ല, യഥാർത്ഥ മണിച്ചേട്ടന്റെ അതേ സൗണ്ടും ആ പാട്ടും അടിപൊളിയാണ്. അപ്പൊ നമുക്കൊന്ന് ഇറങ്ങി വന്നിട്ടൊന്ന് പരിചയപ്പെടാം. നമുക്ക് ഇദ്ദേഹമാണ് മീൻ വിൽപ്പനക്കാരനായ നാസറേട്ടൻ. ഇദ്ദേഹത്തിന് ഒരു ഉറ്റ സുഹൃത്തുണ്ട്, ഈ വണ്ടിയുടെ ഉടമസ്ഥനും സാരഥിയുമായ പത്മനാഭൻ ചേട്ടൻ. നമുക്ക് പരിചയപ്പെടാം. കലാഭവൻ മണിച്ചേട്ടന്റെ പാട്ടുകൾ അസാധ്യമായി പാടാനുള്ള ഒരു കഴിവും ഇദ്ദേഹത്തിനുണ്ട്. അതുമാത്രമല്ല, കലാഭവൻ മണിച്ചേട്ടന്റെ ഒരു പ്രത്യേക ഒരു ചിരിയുണ്ട്. ആ ചിരിയും വളരെ മനോഹരമായി ചെയ്യും. എങ്ങനെയാ ഈ കലാഭവൻ മണിച്ചേട്ടന്റെ പാട്ടുകൾ എങ്ങനെ ഇത്ര ഈ കറക്റ്റായിട്ട് പാടാൻ പറ്റുന്നത്? മണിച്ചേട്ടനെ പണ്ട് മുതലേ കാസറ്റെല്ലാം മണിച്ചേട്ടൻ്റെ കാസറ്റ് മാത്രമേ ഞാൻ കേട്ടിട്ട് പാടലുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളെ ജീവിത ആ ഒരു ടച്ചിങ് ആണ് മണിച്ചേട്ടൻ്റെ. അതുകൊണ്ട് മണിയേട്ടനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുകൊണ്ട് പിന്നെ എല്ലാ കാസറ്റും വാങ്ങും, എന്നിട്ട് വീട്ടിൽ നിന്ന് പിന്നെ കാസറ്റ് ഇട്ടിട്ട് കേൾക്കും. അതുകൊണ്ട് മണിച്ചേട്ടൻ്റെ പാട്ട് ഞാൻ എന്തെങ്കിലും ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞു മണിച്ചേട്ടൻ്റെ പാട്ടേ പാടലുള്ളൂ. എന്ന് വെച്ചാൽ നമുക്കൊരു ടച്ചിങ്ങില്ലേ ഒരു പാട്ട് എന്ന് വെച്ചാൽ അതുകൊണ്ട് അത്രക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ ഓട്ടോറിക്ഷ ഓട്ടിയ അതെല്ലാം കൊണ്ടാണ് മണിച്ചേട്ടൻ്റെ പിന്നെ ജീവിത വഴികളെല്ലാം നമ്മളെ അതേപോലെയുള്ള വഴിയാണ്. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായത്. അതുകൊണ്ടാണ് അത്രക്കും ആരാധിച്ചു കൊണ്ടുവന്നത് മണിയേട്ടൻ. ഉമ്പായി കുച്ചാണ്ട് എൻ്റെ പാണം കത്തണുമാ, വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ. ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ, വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ. വയറ് കത്യാലി എൻ്റെ കൊടല് കത്തണുമാ, പ്രാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴർക്കണുമാ. അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായിട്ടച്ഛൻ കൊഞ്ചു പറയാറില്ലേ. ഞാനൊരു പൂക്കളിട്ടു, കാലത്തൻ്റെ അമ്മയും പൂക്കളിട്ടു, അച്ഛൻ വന്നപ്പോ വൈകുന്നേരം വാളോണ്ട് പൂക്കളിട്ടു. ഈ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ എല്ലാവരെ കൊണ്ടും ഒട്ടുമിക്ക ആളുകളെ കൊണ്ടും പാടാൻ സാധിക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു യുണീക്കായിട്ടുള്ള ഒരു ചിരിയുണ്ട്, അത് അധികം ആർക്കൊന്നും പറ്റില്ല. അതെങ്ങനെയാ? അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? വടക്കോട്ട് പോയപ്പോ മാവുള്ള മാങ്ങ തൂശുമ്മ കൂന്താരോ, എണ്ടമ്മോ കാക്രാണി വീക്രോണി കേട്ടോടോ മാവേലി നേരത്തെ വന്നിനടോ. അസാധ്യം, ഒന്നും പറയാനില്ല. അപ്പോൾ ഈ ചേട്ടൻ സ്ഥിരമായിട്ട് ഈ വണ്ടിയിലാണോ മീൻ വിൽക്കുന്നത്? നാസർ ഖാൻ്റെ ട്രിപ്പാണ് എനിക്ക്. ആ ഓട്ടോറിക്ഷ ആദ്യം മയ്യിന്ന് ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ ഓടിക്കലേനും, പിന്നെ ഇവർ നാസർ ഖാൻ പറഞ്ഞ് എൻ്റെ പണിക്ക് വരാൻ പറ്റുമോ ചോദിച്ചു. അങ്ങനെ ഡ്രൈവറായിട്ട് ഇതിൽ പോകാൻ തുടങ്ങി. എത്ര കാലമായി നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച്? 18 വർഷമായി. 18 വർഷത്തോളം ഉള്ള ഒരു കൂട്ടുകെട്ടാണിത്. അതെ. ചേട്ടനോട് ചോദിക്കട്ടെ, ചേട്ടൻ ഇപ്പം മീൻ വിറ്റോണ്ട് നല്ല അടിപൊളി കലാഭവൻ ചേട്ടന്റെ പാട്ടും കേൾക്കാം. പാട്ടും കേട്ട് മീൻ വിൽക്കുകയും ചെയ്യാം. നല്ല ജോലിയാണ്. ഇന്നത്തെ മീൻ വിൽപ്പന എങ്ങനെയാ അവസാനിച്ചു? ഇന്നത്തെ കഴിഞ്ഞു. അപ്പോൾ സ്ഥിരമായിട്ട് എങ്ങനെയാ എവിടെയാ മീൻ വിൽക്കുന്നത്? സ്ഥിരമായിട്ട് നമ്മൾ കണ്ണൂരിൽ നിർത്തിയിട്ട് കാഞ്ഞിരോട് നിന്ന് വിൽക്കാൻ തുടങ്ങും. എന്നിട്ട് ഇങ്ങനെ ഇതിലോട്ട് ചുറ്റി വന്നിട്ട്
ഇങ്ങനെ എടുത്തേക്ക് തീരുന്നതാണ്. കാരാമ്പ് പിന്നെ കുഞ്ഞേതും പിടിയ അങ്ങനെ എടുത്തേക്ക് തീരും. ഈ ചേട്ടന് ഈ പാട്ടുകളൊക്കെ എങ്ങനെയാ ഇഷ്ടമാണ് കലാഭവൻ ചേട്ടൻ? നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കലാഭവനിയുടെ പാട്ട്. നിങ്ങൾ എത്ര കാലം തൊട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ്? നമ്മൾ 10-18 കൊല്ലമായി ഒന്നിച്ച് ഇപ്പം മിമ്പിക്ക തുടങ്ങിയിട്ട്. ആരെങ്കിലും ഇങ്ങനെ ഇവിടെ ഇരുന്ന് പാട്ട് പാടുന്ന കേട്ടിട്ട് ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഇദ്ദേഹം ആരാണ് അങ്ങനെ എന്തെങ്കിലും? ചോദിക്കലുണ്ട് ആരാ പാട്ട് പാടുന്നത്. ഞാൻ നമ്മുടെ ഡ്രൈവറാണ്, സ്വന്തം ഡ്രൈവറാണെന്ന് പറയും. 18 വർഷമായി കുറ്റിയാട്ടൂർ സ്വദേശി പത്മനാഭനും കോവൂർ സ്വദേശി നിസാറും ഒരുമിച്ചാണ് മീൻ വിൽപ്പന നടത്തുന്നത്. ഇവർ മീൻ വിൽപ്പന നടത്തുന്ന വഴികളിലെല്ലാം കലാഭവൻ മണിയുടെ നാടൻ പാട്ടിന്റെ അലയൊലികളും ഉണ്ടാകും. കലാഭവൻ മണിയുടെ തനതായ ശബ്ദത്തിൽ അതേ രീതിയിൽ പാടും. നാട്ടിലുള്ള മിക്ക ആഘോഷ പരിപാടികളിലും പത്മനാഭന്റെ നാടൻ പാട്ടുകളും ഉണ്ടാകും. മരിച്ചാലും മറക്കാനാകാത്തതാണ് മണിച്ചേട്ടനെ പറ്റിയുള്ള ഓർമ്മകളും അദ്ദേഹത്തിന്റെ പാട്ടുകളും. മണിച്ചേട്ടന്റെ കടുത്ത ആരാധകനായ പത്മനാഭൻ ചേട്ടന്റെ പാട്ടുകളിലുമുണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്മരണകൾ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കണ മീനാണേ. പെണ്ണിന്റെ പഞ്ചാര പൂഞ്ചിരിക്കെട്ടും കണക്കിന്റെ കച്ചവടം, പെണ്ണിന്റെ പഞ്ചാര പൂഞ്ചിരിക്കെട്ടും കണക്കിന്റെ കച്ചവടം. ഇന്നത്തെ ചന്തല കച്ചവടം പെണ്ണിന്റെ കൊട്ടയില മീനായേ. ഇന്നത്തെ ചന്തല കച്ചവടം പെണ്ണിന്റെ കൊട്ടയില മീനായേ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. കാഞ്ഞിരോട് മുതൽ കുറ്റിയാട്ടൂർ ബസാർ വഴി ഉരുവച്ചാൽ വരെയാണ് ഇവർ മീൻ വിൽപ്പന നടത്തുന്നത്. പത്മനാഭൻ പാടുമ്പോൾ സുഹൃത്തായ നിസാർ താളം പിടിക്കും. പാടാൻ അറിയില്ലെങ്കിലും നാടൻ പാട്ടിന്റെ നല്ലൊരു ആസ്വാദകനാണ് കൂടെയുള്ള നിസാർ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. മണിച്ചേട്ടൻ്റെ പാട്ടുകൾ ഇങ്ങനെ പാടുമ്പം ആരെങ്കിലും പിന്തുണയായിട്ട് വന്നിട്ടുണ്ടോ? ഇത് പാടിയത് സൂപ്പറാണെങ്കിൽ അല്ലെങ്കിൽ ഇനിയും വീണ്ടും വീണ്ടും ഇത് പാടണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, നാസറൊക്കെ പറയലുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യണം. നമ്മൾ കല്യാണത്തിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പിന്നെ ഇപ്പം ഗാനമേള എല്ലാം ഉള്ള സ്ഥലത്തെല്ലാം പോയാൽ പിന്നെ നമ്മൾ പിന്നെ ഈ ദേശത്തിന് കുറ്റ്യാട്ടൂർ തന്നെ കുറേ സ്ഥലത്തെല്ലാം പോയാൽ പറയൂ, എടാ പപ്പ നീ ഒരു പാട്ട് പാട് എന്ന് പറയൂ. അന്നേരം ഞാൻ മണിച്ചേട്ടൻ്റെ പാട്ടേ പാടല്ലോ, മണിച്ചേട്ടൻ്റെ പാട്ട് പാടും. പിന്നെ എൻ്റെ വീട്ടിൽ നിന്നെല്ലാം എല്ലാവരും എൻ്റെ ഏട്ടന്മാരുണ്ട്, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എൻ്റെ ഭാര്യ എല്ലാവരും മക്കളെല്ലാം. ഫുൾ ടൈം നാസറേട്ടൻ്റെ കൂടെയാണോ അതോ വേറെ എന്തെങ്കിലും ഒരു? ഇല്ല, വേറെ പിന്നെ ഈ പണി തന്നെ ഉച്ചയാകുമ്പോൾ കഴിയും. അപ്പോൾ ഉച്ച വരെ നിങ്ങൾ രണ്ടുപേരും നാസറേട്ടനും പത്മനാഭൻ ചേട്ടൻ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചാണ് പോകുന്നത്. അങ്ങനെ പോകും. നല്ല കലാകാരനാണ്, നല്ല തെയ്യെല്ലാം കിട്ടുന്നതാണ്. കാവലി പാട്ടെല്ലാം പാടും, നല്ല ശബ്ദമാണ്. അതുകൊണ്ട് മണീൻ്റെ പാട്ടിൻ്റെ രൂപത്തിൽ തന്നെ വരുന്നുണ്ട്. മണിച്ചേട്ടൻ നമ്മെ വിട്ടുപോയിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ഓർമ്മകളും ഇന്നും നമ്മുടെ മനസ്സിൽ മായാതെ നിലനിൽക്കുന്നു. അതിന് ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളും സംസാര ശൈലിയും അതേപടി ആവാഹിച്ച പത്മനാഭൻ ചേട്ടൻ. ഷാജി കിഴറയ്ക്കൊപ്പം ലിസിത ജനാർദ്ദനൻ, സീ ന്യൂസ്.